ഹായ് ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ആസ്റ്റ് ഗോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ സ്പെഷ്യാലിറ്റീസ്, ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേകതകൾ. BOI ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഒരു പൊതുമേഖലാ ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ളൊരു ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നത്. ഇതിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. മുംബൈയിലെ ബാന്ദ്രയിലെ കുർള കോംപ്ലക്സിലാണ് ഇതിൻ്റെ ആസ്ഥാനം പ്രവർത്തിക്കുന്നത്. ഇതൊരു പൊതുമേഖലാ ബാങ്കാണ്. ഇന്ത്യയിലുടനീളം ആകെ മൊത്തം ഇതിൻ്റെ ബ്രാഞ്ച്, ഇതിന് ശാഖകളെന്ന് പറയുന്നത് 5139 ശാഖകളാണ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കുള്ളത്. 5139 5139 ശാഖകളും 5551 ATM മെഷീനുകളും 51,359 സ്റ്റാഫുകളുമാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. അതിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ശാഖകളുണ്ട്. ഇന്ത്യയിലുടനീളം 5084 ശാഖകളാണ് ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ളത്, ബാങ്ക് ഓഫ് ഇന്ത്യക്കുള്ളത്. അതോടൊപ്പം 60 ശാഖകൾ വിദേശ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ഇനിയും കൂടി പുതിയ ശാഖകൾ തുറക്കുവാനുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിലവിലുള്ളത് 60 ശാഖകളാണ് വിദേശ രാജ്യങ്ങളിലുള്ളത്. ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 1906 സെപ്റ്റംബർ 7 ഈ ബാങ്ക് സ്ഥാപിതമായത്. മുംബൈയിലെ ഒരു കൂട്ടം വ്യവസായികൾ ചേർന്നാണ് ഈ ബാങ്ക് സ്ഥാപിച്ചത്. സ്ഥാപിക്കുമ്പോൾ ഇതിൻ്റെ മൂലധനമെന്ന് പറയുന്നത് 5 മില്യൺ ആയിരുന്നു. 5 മില്യൺ മൂലധനവും അതോടൊപ്പം 50 സ്റ്റാഫുകളുമായിട്ട് മുംബൈയിലെ ഒരു ചെറിയൊരു ഓഫീസ് റൂമിലാണ് ഈ ബാങ്ക് സ്ഥാപിതമായത് 1906 സെപ്റ്റംബർ 7. പിന്നീട് 1969 ജൂലൈ 19 ഇത് ദേശസാൽക്കരിക്കപ്പെട്ടു. ദേശസാൽക്കരിക്കപ്പെട്ടതോടുകൂടി ഇത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലായി 1969 ജൂലൈ 19. പിന്നീട് ബാങ്ക് 1997 അവരുടെ ആദ്യത്തെ പബ്ലിക് ഇഷ്യൂ പുറത്തിറക്കി. 1997 ബാങ്ക് ഓഫ് ഇന്ത്യ എന്നത് ഒരു പൊതുമേഖലാ ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യ. മുംബൈയിലെ ബാന്ദ്രയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.